ഹലോ ഗായ്സ്, വിസോ വ്ളോഗേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഇന്നത്തെ ദിവസം ഞാനും എൻ്റെ ജിത്തുവും ഫൺ മേക്കേഴ്സിൻ്റെ പാക്കേജുമായിട്ട് കൂർഗ്, ചിക്ക്ബംഗ്ലൂർ, മൈസൂർ, വയനാട് ആ ട്രിപ്പിലാണ്. നമ്മൾ ഇന്നലെ പിള്ളേർ അവിടെ നിന്ന് എടുത്ത് കോളേജിൻ്റെ പേര് പറഞ്ഞുതരാം. എനിക്കതൊന്നും ഓർമ്മ വയ്ക്കില്ല, അതുകൊണ്ടാണ് എപ്പോഴും എങ്ങനെ പറയണം. അപ്പം നമ്മളവിടെ നിന്ന് നേരെ കൂർഗിൽ വന്ന് ഇന്നലെ നൈറ്റ് ഓടി രാവിലെ എത്തി കൂർഗിൽ വന്ന് ശകലമൊക്കെ ഞാൻ കിടന്നുറങ്ങി എൻ്റെ ക്ഷീണമൊക്കെ മാറ്റി. അപ്പോൾ ഞാൻ ജിത്തു നമ്മളെ ഹീരോസ് ഇതാ പോവുകയാണ്. അനീഷാൻ്റെ നിങ്ങളെ പേര് പറയും വിശാഖ്. ഇവർ രണ്ടുപേരുമാണ് ഇപ്പോൾ ഡബിൾ ഡ്രൈവറായിട്ട് ഇതിൽ ഓടണത്. ഇല്ല, സ്ഥിരമായിട്ട് നിങ്ങൾ രണ്ടുപേരും തന്നെ. ഇവർ രണ്ടുപേരുമാണ് ഹീലോസിൻ്റെ ഈ വണ്ടിയുടെ എഡിഷൻ എന്ന് പറയും. പുതിയ വണ്ടി കാരോഷ് നമ്മളെ മൈസൂറുണ്ട്. ഇനി നിങ്ങൾ മൈസൂർ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതല്ലേ? ഞാനിനി നാളെ മൈസൂർ. ഇവിടെ നമ്മളെ സിംഗത്തിൻ്റെ വണ്ടി ഉണ്ട്. സിംഗത്തിൻ്റെ പുതിയ നരൻ ഇവിടെ ഉണ്ട്. അവരുമായിട്ട് ഞാൻ കമ്പനിയിൽ അങ്ങനെ ഫസ്റ്റ് ആയിട്ടാണ് അവരെല്ലാവരെയൊക്കെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെന്ന് മിണ്ടണം അവരുടെ അടുത്ത്. പിന്നെ ഗായ്സ്, ഇതാണ് നമ്മളെ പാക്കേജ് പയ്യൻ വിവേക്. ഇവനാണിന്ന് നമ്മളെ ഈ പടക്കൂട്ടത്തിനെ നയിക്കുന്നത്. സംഭവം ഇനി ഇതാ ഇവിടെ നിന്ന് നമ്മളെ മൗണ്ടൻ പാലസ് കണ്ടതിന് ശേഷം ഫുഡ് കൊടുക്കണം. അതാ അടുത്ത സ്ഥലം ഏത്? ഫുഡ് കൊടുക്കാൻ റാഫ്റ്റിംഗ് അവിടെ പോവുകയാണ്. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇനി അങ്ങോട്ടാണ്. ഇന്ന് എൻ്റെ ചെറുക്കനെ കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു ഗായ്സ് ജിത്തു ഇവിടെ ഉണ്ട്. ജിത്തുവിനെ കാണിച്ചിട്ടില്ല. ജിത്തുവിനെ കാണാനുള്ളവർക്ക് ഇതാ ജിത്തു ഇവിടെ ഉണ്ട്. പല്ലൊക്കെ കാണിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ പല്ലിലുള്ള കമ്പി 2.5 ഇഞ്ച് അകത്തോട്ട് മുടിക്കുക കേട്ടോ. അപ്പം ഗൈസ്, വേറൊരു കാര്യം എന്താണെന്നറിയാമോ? ഒരു പയ്യെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഒരു പയ്യെ എൻ്റെ അടുത്ത് വന്ന് കമൻറ്റ് ഇട്ടേക്കിന്, ചേട്ടാ ഇത് ഫുഡ് വ്ളോഗാണോ അത്? ഞാൻ കടഞ്ഞ ട്രിപ്പ് പോയിട്ട് ഫുള്ള് ആഹാരം കഴിക്കാൻ മാത്രമേ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അവൻ്റെ പേര് ഞാൻ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അവൻ്റെ ആ ഒരു കമൻറ്റിൻ്റെ ഇതുകൊണ്ട് ഞാൻ ഇന്ന് നമ്മളെ വണ്ടിയുടെ കാര്യങ്ങളെ കൂടുതൽ കാണിക്കുള്ളൂ. വണ്ടിയുടെ അകത്ത് റണ്ണിങ് ഷോട്ടും കാര്യങ്ങളൊക്കെ കാണിക്കണമെന്നാണ് പറയുന്നത്. വണ്ടിക്കകത്തിരുന്നും കൊണ്ടുള്ള കാര്യങ്ങൾ വേണം കൂടുതൽ കാണിക്കാനെന്ന്. അപ്പോൾ അതുകൊണ്ട് അതായിരിക്കും ഇന്ന് ഞാൻ കൂടുതൽ കാണിക്കുന്നത്. ഇനി ഫുഡ് കാണിക്കണമെന്ന് പറഞ്ഞ് പരാതി പറയല്ലേ വന്ന്. അപ്പോൾ ഗായ്സ്, അങ്ങനെ നമ്മൾ ഇപ്പം നേരത്തെ കാണിച്ച സ്ഥലമൊക്കെ കാണിച്ചിട്ട് ഫുഡ് കഴിക്കാനായിട്ട് വന്ന് ജിത്തു ഇവിടെ ഉണ്ട്. ജിത്തുവിന് എന്തെങ്കിലും പറയാനുണ്ടോ? ജിത്തു, അതൊരു ജോലിയാണ് പഠിത്തം. ഇവനെ സംബന്ധിച്ച് പഠിത്തമൊക്കെ ഒരു ജോലിയാണ്. ഇവന് പഠിക്കാൻ പോകാൻ പറഞ്ഞാൽ കേൾക്കില്ല. പ്ലസ് ടു പോയാൽ തരാം, അത് ഇറങ്ങി ഇവിടെ ഓടി. പഠിത്തത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓടി. +2 പോകാൻ പറഞ്ഞപ്പോൾ കേട്ടില്ല. വീട്ടിൽ കയറിയിരുന്നത് മാങ്ങ പറിക്കാനും തേങ്ങ വറക്കാനും ഒക്കെ പോയി. ഇപ്പോൾ അവൻ പറക്കി കൊണ്ട് കിടക്കുന്നത്. അപ്പോൾ ഗായ്സ്, നമ്മൾ പോയി ചോറ് കഴിക്കട്ടെ. ഞാൻ ബിരിയാണി കഴിക്കുന്നത് ഞാൻ നിർത്തി. പാക്കേജ് വന്ന് ബിരിയാണി കഴിച്ച് ഗ്യാസ് കയറി എൻ്റെ വയറ് ഡുമ്മനായി. ഫുട്ബോൾ പോലെ. ഞാൻ അതുകൊണ്ട് ബിരിയാണി കഴിപ്പൊക്കെ നിർത്തി. നല്ല ചോറും മീൻകറി ഇട്ടണമെങ്കിൽ മീൻകറി, അല്ലെങ്കിൽ നല്ല പുളിശ്ശേരി ഇട്ടെങ്കിൽ പുളിശ്ശേരി, അതൊക്കെ വെച്ച് ചോറ് കഴിക്കുക എന്നുള്ളതാണ്. ഇവനെ ഈ മാന്യനായ പയ്യൻ ഞാൻ വ്ളോഗിനകത്ത് ഭയങ്കര മോശമായ രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞ്, അതായത് ടവറേ വിളി അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഓരോന്നൊക്കെ പറയണമെന്ന് പറഞ്ഞ് പരാതിയാണ് കുറേ പേർക്ക്. പക്ഷേ എൻ്റെ ഗായ്സിനൊക്കെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊന്നും അതൊന്നും ഒരു പ്രശ്നമില്ലാത്ത കാര്യമാണെന്നറിയാം. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതല്ല, ഇതിൻ്റെ അപ്പുറത്ത് വിളിക്കുന്നവന്മാരാണ്, എനിക്കറിയാം. പക്ഷേ മുതിർന്നവരിത് വീട്ടിൽ ഇരുന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ ജിത്തുവിനെ കയറി ടവറേ വിളി ജിത്തു എന്ന് വിളിക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെ മറ്റുള്ളവരൊക്കെ വല്ലതും പറയുമെന്നുള്ള ഇപ്പം തന്നെ മനസ്സിലായല്ലേ? ഇവർ ക്രിക്കുണ്ടാത് ഇതൊക്കെ പറയാൻ ചെയ്ത് വീണ്ടും പറയും. ജിത്തുവിന് അനൂപ് ബ്രോ ജോലിക്ക് പോയിരിക്കുന്നതിൻ്റെ തിരക്കിലാണ്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ പിന്നെ ജിത്തു ഫുൾ ടൈം ഫോണിലായിരിക്കും. ഇങ്ങനെ ഹലോ അനൂപ് പറയൂ. അനൂപ് എവിടെയാണ്? അനൂപ്
അനൂപ് അനൂപ് അനൂപ് ഇതാണ് കള്ളപ്പേരിലിട്ട ഇങ്ങനെയാണ്. എന്താ വെച്ചിട്ട് എന്തോന്ന് അതാരാണ്? ഇനി ആ പയ്യൻ വിളിക്കുമ്പോ സ്പീക്കറിലിട്ട് നമ്മൾ സംസാരിക്കും. സംസാരിച്ച് ആ നേരത്ത് സമ്മതിച്ചില്ലെങ്കിൽ കുനിച്ച് വെച്ച് ഇടിക്കും ഞാൻ. എന്ത് തേക അരൂപൂറ വിളിക്കട്ടെ, സ്പീക്കറിലിട്ട് നമ്മൾ ഗായ്സിൽ കേൾപ്പിക്കും. ഇതാണ് നമ്മളെ വിവേക് പാക്കേജ് വിവേക്. എടേ ഇവിടെ എൻ്റെ അളവിനൊന്നും ഇല്ലടേ. ഇല്ലടാ, ഞാൻ ചോദിച്ചടാ. ഇല്ല, അതൊക്കെ ലാസ്റ്റ് XL, XXL ഇല്ല, XXL ഇല്ല. ഞാൻ ചോദിച്ചു അവൻ്റെ അടുത്ത്. ജിത്തുവിൻ്റെ അളവിന് ഇവിടെ ജട്ടി വരെ ഉണ്ട്, എല്ലാം ഉണ്ട് ജിത്തുവിൻ്റെ അളവിന്. ഇല്ലടാ, അത് എൻ്റെ അളവ്. അത് പക്ഷെ അത് കണക്കാവൂന്നാണ് തോന്നണത് എനിക്ക്. ഇതെനിക്ക് കണക്കാവൂലേ? ഓ ഗൈസ്, ഇവിടെ XXL വേണോടാ, അല്ലെങ്കിൽ എൻ്റെ വയറിങ്ങനെ തള്ളി നിൽക്കും. ഓ ഗൈസ്, അത് ലാഭം. ഇതൊക്കെ 100 രൂപയുള്ളൂ ടീഷർട്ട്. ഇതൊക്കെ ജിത്തുവിൻ്റെ അളവിനുണ്ടല്ലേ. ജിത്തു നീ വായരടാ. ജിത്തു നീ വായരടാ. ഉള്ള പൈസ എല്ലാം സ്വരുക്കൂട്ടി വയ്ക്കുകയാണ്. അനൂപ് ബ്രോയുമായിട്ട് കറങ്ങാൻ പോകാൻ. ഇതിലൊക്കെ മായര്. ഇതൊക്കെ ഈ ബാഡിയൊക്കെ വാങ്ങിച്ചിട്ട് നിക്കറുണ്ട്. ചോദിച്ചോ തരും. കഴിക്കാൻ പോകുന്ന ശരി, പിന്നെ പോട്ട് കഴിക്കാൻ പോകും. എൻ്റെ ചെറുക്കൻ എന്താ ഇവിടെ ഉണ്ട് ഗൈസ്? എൻ്റെ ചെറുക്കനെ കാണിച്ചില്ലല്ലോ ഗൈസ്. എൻ്റെ ചെറുക്കൻ എന്താ ഇവിടെ ഉണ്ട്? കണ്ടാ, ചെറുക്കൻ നല്ല ലുക്കിലാണ്. അത് ഇത് തിളങ്ങും കേട്ടോ, ഈ അതി കണ്ട തിളങ്ങും കണ്ട ഗൈസൊക്കെ. നമുക്ക് മീൽസാണ്. ഇതാണ് നമ്മളത്. ഇത് പൈസ എല്ലാം ഉണ്ട്. നിനക്ക് ബിരിയാണി പോ. നീ ആ ക്യൂവിൽ കയറി പോ. ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്, ബിരിയാണി കഴിച്ചാൽ മതി. ഊണ് തരൂല. ഓട്. എനിക്കുണ്ട് അടുത്ത് ഗൈസ്, എൻ്റെ എടുക്കുകയാണ്. അപ്പോൾ ഗൈസ് എൻ്റെ ഇതാ വന്നിട്ടുണ്ട് ഗൈസ്. എന്താണ് എൻ്റെ കിട്ടി ഗൈസ്. എന്ത് ചെയ്യണമെന്ന് ഇറങ്ങിയിട്ടാ നിൽക്കുന്നത് ജിത്ത്. ഈ ബിരിയാണി കഴിച്ച് ഗ്യാസ് കയറി ഇവിടെ നിൽക്കുന്നതാ. നമ്മൾ ചോറ് കഴിക്കാൻ പോകണം ഗൈസ്. നമുക്കിതാ മീൻ കറി കിട്ടി ഗൈസ്. ഓ ഗൈസ്, കൂട് കൊടുക്കാത്ത വിഷമത്തിൽ ബിരിയാണി വാങ്ങിച്ചിട്ട് വന്നൊക്കെയാണ്. ഇതൊക്കെ ബിരിയാണി മതിയാ? ഒരു ബാരിക്കേഡ് ഇടയ്ക്ക് വെച്ചിട്ട് കഴിക്കായിരുന്നു. ഇതൊക്കെ നോക്കും. മീൻകറി ഇങ്ങോട്ട്. മീൻകറി എന്തായിരുന്നു? മധുര കേട്ടാൻ പോകണം. നിന്നെ കാണരുത്. ഗൈസ് നമ്മളൊക്കെ കഴിക്കട്ടെ ഗൈസ്. ഇന്ന് ട്രിപ്പിന്റെ 2ാമത്തെ ദിവസമാണ്. നമ്മള് ഇന്നലെ ഫുള്ള് നമ്മളെ കൂർഗെല്ലാം കാണിച്ച് കൂർഗില്, പിന്നെ നമ്മള് പാമ്പ് കുറച്ചും നമ്മൾ ഇന്നലെ 2ാമത് വെള്ളച്ചാട്ടമല്ല ആക്ടിവിറ്റീസിന് കൊണ്ടുപോയി. നമ്മളെല്ലാം 2ാമത് കൊണ്ടുപോയി. അതും കഴിഞ്ഞ് നമ്മൾ പാമ്പ് കുറച്ചാണ് കാണിച്ചിട്ട് പിന്നെ നേരെ ഒന്ന് ഫുഡ് കൊണ്ട് സ്റ്റേ ആയിരുന്നു. പിന്നെ ഇപ്പൊ ഇന്ന് 2ാം ദിവസം രാവിലെ എടുത്തു
നരൻ മലാക്ക്. വഴിയിൽ വെച്ച് നമുക്ക് റൂട്ട് ശകലം ഒന്ന് തെറ്റി. പക്ഷെ ചേട്ടൻ്റെ കൂടെയാണ് ഞാൻ വന്നത്, സിംഗത്തിൻ്റെ ഡ്രൈവറെ കൂടെയാണ് ഞാൻ ഓടി വന്നത്. എനിക്ക് റൂട്ട് ഇറങ്ങിയിടാത്തത് പാവം, നല്ല സ്നേഹമുള്ള ഒരാളാണ് എന്തായാലും കണ്ട. അപ്പോൾ നമുക്ക് സിംഗം വണ്ടി ഒതുക്കിയിട്ട് സിംഗത്തിൻ്റെ കൂടെ നമുക്ക് ജോഡി ചേർത്ത് നമ്മളെ മലാഖിനെ കൂടെ ഇടാം. സിംഗം വണ്ടി ഒതുക്കട്ടെ, എന്നിട്ട് നമുക്ക് വിടാം. നമ്മൾ ഹീലിയോസിലുള്ള ഡ്രൈവറായിട്ടൊക്കെ പരിചയപ്പെടുത്താം, നമുക്ക് സിംഗത്തിലുള്ള കൂടെ പരിചയപ്പെടാം. ചേട്ടൻ നിങ്ങളെ പേര് പറയും? കണ്ണൻ ചേട്ടൻ നമുക്ക് ഡ്രൈവറാണ്. നിങ്ങൾ രണ്ടുപേരും ഡബിൾ ഡ്രൈവറായിട്ട് പറഞ്ഞതാ? വീഡിയോ ലൈവ്? ഓ യൂട്യൂബ് ചാനലുണ്ട്. അതിലെന്തൊക്കെ ഉണ്ട്. നമുക്ക് ഡ്രൈവറായിട്ടെന്നെ കൂടെ പരിചയപ്പെടാം. പേര് പറയുന്നത്? ഷിജു ചേട്ടൻ. പക്ഷെ നിങ്ങളെ കാണാനേ അഭിയന്റെ ചെറിയൊരു കട്ടുണ്ട് നമ്മളെ BRS-ലുള്ള. ഇല്ലേ, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് തോന്നി. അപ്പോൾ ഒന്നും വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല, ചെറുക്കൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മളെ സിംഗത്തിൻ്റെ അകമാണ്. എല്ലാവർക്കും ഒരു 20% അവരിങ്ങനെ തൊട്ട് വെച്ചിട്ടേ ഉള്ളൂ. വഴിയെ സംഭവങ്ങളെല്ലാം ചെയ്തു വരും. അകം കാണിക്കാറായില്ല, അതിനുള്ളതൊന്നും ആയില്ല. സംഭവം അവർ തൊട്ടിട്ടേ ഉള്ളൂ. ഇതാരാ? ജിത്ത്. നമ്മളെ സിംഗവും നമ്മളെ വീസോഫ്റ്റായിട്ട് ഒരുമിച്ച് ചേർത്തിട്ട് നരൻ കിടിലം കേട്ടോ. അവർ നല്ല രീതിയിൽ പിക്ചറൊക്കെ കൊടുത്ത് തന്നെ ആ എഡിഷൻ നെയിം അവർ കൊടുത്തിട്ടുണ്ട്. നമ്മളിത് മലാക്ക്. അയ്യോ, ഇതാരെ ഫോട്ടോ എടുക്കുന്നു? ജിത്തുവിന് നമ്മൾ ഇന്നൊരു പണിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അല്ല, കണ്ണാടി വെച്ച് ഫ്രണ്ടിലേക്കാൻ പറഞ്ഞിട്ട് കേട്ടില്ലല്ലോ, നാണൊക്കെ ഇടും. അയ്യോ, എല്ലാവരും കണ്ടിട്ട് ഇമേജ് ഇപ്പൊ പോവും. ഫ്രണ്ടിൽ ആളില്ലെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞാൽ ചെയ്യണം. 60 നിനക്ക് തരണത് ചെയ്യണം. ഞാൻ പറയാം, നിനക്ക് തേങ്ങയ്ക്കാണോ തരണത് 60? നമ്മളിപ്പോൾ ചിക്കമംഗ്ലൂർ എത്തി. നമ്മളെ പിള്ളേരൊക്കെ ട്രക്കിങ്ങിന് പോയിരിക്കുകയാണ്. ഇവിടെ നമ്മളെ ജീപ്പ്, ഒരു ടൈപ്പ് ജീപ്പുണ്ട്. ആൾക്കാർക്ക് എണ്ണം കൂടുതലിരിക്കാൻ പറ്റില്ല. ശബരിമല സീസണിൽ ഈ വണ്ടികൾ അങ്ങോട്ട് വരുന്നത് ഒരുപാട് കണ്ടിട്ടുണ്ട്. അല്ലാതെ ഇവിടെ തന്നെ കാണണം. നമ്മളെ കേരളത്തിൽ ഇതിൽ കണക്ക് ജീപ്പില്ല. ഫോഴ്സിൻ്റെ ഒരു ടൈപ്പ് ജീപ്പാണ്. ഇവിടെ ഗ്രൗണ്ടിലിവിടെ നമ്മളെ കേരളത്തിലുള്ള കില്ലാടി ബസ്സുകളുണ്ട്. കാണിച്ചു തരാം. ഈ ജീപ്പാണ് മറ്റേ ഫോഴ്സിൻ്റെ ജീപ്പ്. ഇതിൽ എണ്ണം കൂടുതലിരിക്കും. ഏകദേശം 15 പേരെങ്കിലും ഇരിക്കുമെന്ന് തോന്നുന്നു ഈ വണ്ടിക്കകത്ത്. ഐഷസ് ഉണ്ട്, റോയിസ്റ്റർ ഉണ്ട്, പിന്നെ ഗാങ്സ്റ്റർ ബാക്ക് തിരിച്ചിട്ടൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ ഒരു വീസോഫ്റ്റ് ഉണ്ട്, അതാരെ വണ്ടി എന്തോ, പിന്നെ ഹോഗ്, പിന്നെ ആംഗ്രി ബേർഡ്. ഇത്രയും വണ്ടികൾ ഇന്നിവിടെ ഉണ്ട്. ഞാൻ വന്നിട്ട് കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഈ ഉറങ്ങണതിന് മുന്നേ വേറെ ഏതൊക്കെ വണ്ടികളുണ്ടെന്ന് അതൊന്നും ഞാൻ കണ്ടില്ല. 2-3 വണ്ടികളൊക്കെ വന്നിട്ട് ഇറങ്ങിപ്പോയി. പാട്ടൊക്കെ ഇട്ട് പിടിച്ച് മുഴങ്ങി വന്നിട്ട് പിള്ളേരെയും കയറ്റി അങ്ങ് പോയി. എൻ്റെ ചെറുക്കൻ്റെ ഫ്രണ്ട് സ്റ്റിക്കറൊക്കെ ഇളയിപ്പോയി. ഇത് മാറ്റാൻ വേറെ ഞാൻ ഒരെണ്ണം നോക്കി വെച്ചേന്. ഇത് മാറ്റണം എന്നെനിക്ക് മനസ്സിലുണ്ട്. ഇത് മാറ്റണ്ടെന്ന് മനസ്സിലുള്ളവർ വന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് ഇളയിപ്പോയി കേട്ടോ ഗൈസ്. ഇത് ഞാൻ മാറ്റും. ചെലന്തി, നമ്മൾ മറ്റേ ക്രോസ് അടിക്കുന്നതിന് പകരം ഒരു ചെലന്തി കൊടുത്തതാണ്, അത് മാറ്റണം. പിന്നെ എൻ്റെ ചെറുക്കൻ സെറ്റല്ലേ. ലിപ്പ് ഞാൻ വയ്ക്കൂല. വച്ച് തട്ടി പൊട്ടിക്കാൻ ഞാൻ എപ്പോഴും പറയും പോലെ എനിക്ക് ആഗ്രഹമില്ല. വച്ച് തട്ടി പൊട്ടിക്കൂല. നമ്മൾ പൊന്നേ കരളയെന്ന് ഇറങ്ങി കൊണ്ട് കിടക്കുന്നത് പാടുപെട്ടാണ്. ലിപ്പും കൂടെ വയ്ക്കുമ്പോൾ നല്ല പാടാണ്. ചിലപ്പോൾ വയ്ക്കും, ചിലപ്പോൾ വയ്ക്കൂല. ചേട്ടൻ്റെ തീരുമാനമാണ്. എൻ്റെ തീരുമാനം വയ്ക്കേണ്ടതാണ്. അപ്പോൾ ചേട്ടൻ്റെ തീരുമാനം നോക്കിയിട്ട് ചിലപ്പോൾ വച്ചാൽ വച്ച്. നല്ലവനായ ഉണ്ണി, എൻ്റെ കൂടെ ഒരു തൊണ്ടല്ല, നല്ലവനായ ഉണ്ണി, അവൻ എന്നെ കൊണ്ടുപോയില്ല. ജിത്തു വണ്ടിയിൽ നമ്മളെ കൂട്ടുകാരന്മാരും, അതായത് പയ്യന്മാരും പെണ്ണുങ്ങളും എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടെ വണ്ടിയിൽ കയറിയിരുന്നു. ഇവിടെ നിന്ന് എന്നെപ്പോലും വിളിക്കാതെ ചാടിയോടി ട്രക്കിങ്ങിന് പോവാൻ. ശരി, വിവേക് കൊണ്ടുപോയി പാക്കേജ് ഇറങ്ങാൻ പയ്യൻ. അപ്പോൾ എന്നെയും വിളിച്ച്. എനിക്ക് വണ്ടിയിൽ കയറാൻ സ്ഥലമില്ല. ഞാൻ പോയിട്ട് തൊലിയുരുങ്ങി വന്ന് നാണം കെട്ട്. അപ്പോഴേ പാവം ചേട്ടൻ വണ്ടിയിൽ ഇനി ഒറ്റയ്ക്കല്ലേ ഇരിക്കാനുള്ള, വൈകുന്നേരം ട്രക്കിങ് കഴിഞ്ഞ് വരണത് വരാം. ഈ ഡെപ്പ ഇത് ചിന്തിക്കാത്തത് പാവം ചേട്ടൻ്റെ ഇവിടെ വന്നിരിക്കാം, കൂട്ടില്ലല്ലോ. കിട്ടിയ സീറ്റിലിരുന്നങ്ങ് പോയി എൻജോയ് ചെയ്യണ്ടേ അവൻ അവിടെ കിടന്ന്. അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. വരട്ടെ വരുമ്പോൾ 2 പള്ളുകളി കൊടുക്കുന്നേ, ഉറപ്പായിട്ടും കൊടുക്കും. ഗായ്സ്, നമ്മൾ വരണ വഴിയിൽ കണ്ടൊരു ബസ്സാണ്.
BMR BV Max എന്തോ ആണ്. അതിനെ അസ്ത്ര വെട്ടി പച്ചയ്ക്കാണ്. നല്ല ചന്തത്തിൽ അവർ ചെയ്തിട്ടുണ്ട്. അപ്പം പറഞ്ഞ വഴിയിൽ കണ്ടപ്പോഴേ ഈ വണ്ടി നമ്മൾ നോക്കി ശ്രദ്ധിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. നല്ല വൃത്തിക്കെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ ഫ്രണ്ട് കണ്ടപ്പോൾ മനസ്സിലായില്ല ബാക്ക് അസ്ത്ര വെട്ടി നല്ല ചന്തത്തിരിക്കുന്ന വണ്ടിയാണെന്ന്. പിന്നെ വന്ന് കറങ്ങി നോക്കിയപ്പോഴാണ് ഞാൻ നോക്കി നടന്ന വണ്ടി ഇതാണെന്നുള്ളത് കിട്ടിയത്. കാണിച്ചു തരാം. കണ്ടില്ലേ ഗായ്സ്, നല്ല രീതിക്ക് അസ്ത്ര മോഡൽ വെട്ടി നല്ല കിട്ടിലായിട്ട് വെച്ചിട്ടുണ്ട്. പെയിൻറ്റിങ്ങും എല്ലാം നല്ല പക്ക. എവിടെ നിന്നാണ് ചെയ്തതെന്ന് ഇറങ്ങിവിടെ. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ലിപ്പും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ. ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ബാക്കാണ് കേട്ടോ. ബാക്ക് അസ്ത്രയുടെ അതേ ബാക്ക് കൊടുത്തിട്ടുണ്ട്. വീൽ കപ്പൊക്കെ സൂപ്പർ. എൻ്റെ ഡ്രൈവർമാർ ചേട്ടന്മാരൊന്നും ഇവിടെ ഇല്ല. പക്ഷെ വണ്ടി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ, ബാക്ക് അസ്ത്രയുടെ ബാക്കാണ് കെട്ടി വന്നിരിക്കുന്നത്. അപ്പം ഇത് നാളെ ഇനിയിപ്പോൾ എടുക്കുന്ന നേരത്ത് കാണുകയാണെങ്കിൽ ഞാൻ കറക്റ്റ് ബാക്ക് കുറച്ച് ദൂരോട്ട് നിർത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ മറക്കൂല. അങ്ങനെ പെയിൻറ്റിങ് ആയാലും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ആഗ്രഹമുണ്ട് ഇതേപോലെ ഏതെങ്കിലും ഒരു BMR എടുത്ത് ഫ്രണ്ടും ബാക്കും അസ്ത്ര വെട്ടി ഇങ്ങനെ ഇട്ട് ചെയ്യണമെന്ന്. നമ്മളാ ഭാഷയ്ക്കൊരു കൂട്ടായിട്ട് ഒരു വണ്ടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ചെയ്യണം. ഇത് ഈ വണ്ടിയാണ് കേട്ടോ നമ്മൾ വഴിയിൽ വെച്ച് കണ്ട അസ്ത്ര ബാക്ക് വെട്ടിയത്. അസ്ത്ര വെട്ടിയത് നമ്മൾ തമ്മിൽ പറയായിരുന്നു അല്ലേടാ എന്തോ അടിപൊളിയായിട്ട് ചെയ്തേക്കണെന്ന്. ബാക്ക് പക്ഷെ നന്നായിട്ട് കാണിക്കാൻ പറ്റില്ല. ചേത്തിട്ടേക്കണോണ്ടേ ബാക്ക് നല്ല ചേത്തിട്ടേക്കണോണ്ട് കാണിക്കാൻ പറ്റില്ല. അതെ, ഈ ഫ്രണ്ടിനേക്കാളും ഏറ്റവും ലുക്ക് ബാക്കാണ്. ബാക്ക് അത്രയും നല്ല ക്ലിയർ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അവർ. വേറെ ഒരു വണ്ടി ഇതാ, അത് BMR അല്ല, അത് സെഡോൺ തന്നെടാ. ഗായ്സ്, ജിത്ത് ഇവിടെ ഒരു സെഡോൺ വണ്ടീനെ BMR എന്ന് പറയാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് സെഡോൺ ആണോ BMR ആണോ നിങ്ങൾ നോക്കിയിട്ട് പറയും. ജിത്ത് പറയുകയാണ് അത് സെഡോൺ ആണ്. സെഡോൺ അല്ല, അത് BMRന്റെ സെഡോൺ വെട്ടിയതാണെന്ന്. വണ്ടിയാണ് റോയ്സ്. എനിക്ക് കണ്ടിട്ട് സെഡോൺ തന്നെ. അത് വേറെ അങ്ങനെ BMR ഒന്നും കട്ട് ചെയ്തതൊന്നുമല്ല, സെഡോൺ തന്നെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്ക് ഗൈസ്, ഈ വണ്ടീനെ പറ്റി അറിയാവുള്ളവർ വന്ന് കമൻറ്റ് ചെയ്യുക. ഇത് BMR സെഡോൺ വെട്ടിയതാണ്, സെഡോൺ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത്രയും വേറെ അങ്ങനെ നമുക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല. വണ്ടി എന്തായാലും സൂപ്പർ. വെറൈറ്റി കളറാണ്. അത് ബ്ലാക്ക് അല്ല, അത് വേറൊരു എന്താ പറയുക, ഒരു വാടാമുല്ലയൊരു ഒരു കടും കളറാണ് ബ്ലാക്കിൻ്റെ. വെറൈറ്റി ആയിട്ടുണ്ട്. അത് നമ്മൾ കണ്ടാൽ വിചാരിക്കും അത് ബ്ലാക്കാണ്, മേലോട്ട് ആ കൊമ്പിലൊക്കെ കൊടുത്തേക്കുന്നതെന്ന്. പക്ഷേ ബ്ലാക്ക് അല്ല, അത് വാടാമുല്ല കളറാണ്. കുറച്ചും കൂടെ അടുത്തോട്ട് വന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കണ്ടില്ലേ, ഈ വാടാമുല്ലയുടെ കുറച്ച് കടും കളറാണത്. വണ്ടി എന്നാലും പൂര കൈസക്ക് മാസ് അടുത്തതിന് മാസം സാബാ. ഞാൻ അപ്പാനീനെ കണ്ടൊക്കെയാണ് നമ്മളെ കൊമ്പലിലുള്ള. ഞാൻ വ്ളോഗ് എടുക്കണമെന്ന് കരുതിയിട്ടൊന്ന് പറഞ്ഞു. ഇതാ അപ്പാനിയെ നമ്മൾ കണ്ടൊക്കെയാണ്. ഏത് വണ്ടി കൊണ്ടുവന്ന് എവർസ്റ്റാറിൻ്റെ എഡിഷൻ നെയിം എന്താ? ഡാൻസ് കൂപ്പർ. അതിനായിട്ട് വന്നതാണ്. വണ്ടി ചെറിയൊരു പണി. എന്തോ ബലൂണ് പൊട്ടി. അപ്പം സെറ്റായി അത് ശരിയായിക്കൊണ്ടിരിക്കുകയൊക്കെയാണ് കണ്ടത് നമ്മൾ. അപ്പം ഞാൻ റൂമിലോട്ട് പോകണം. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ബൈ പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നമ്പർ വാങ്ങണം. ഞാൻ നമ്പർ വാങ്ങട്ടെ. ശരി, അപ്പോൾ ഞാൻ നമ്പർ വാങ്ങട്ടെ ഗൈസ്. ലണ്ടൻ വരെയാണ്. ഹർഷ ഇതിലുണ്ടോ? അപ്പനാണ് ഹർഷയാണ്. അപ്പോൾ ഹർഷ ഇതിലുണ്ട്. ജിത്ത് ഇന്നലെയും കാണണമെന്ന് പറഞ്ഞിട്ടിരുന്നതാണ്. രണ്ടുപേരെയും കണ്ട്. ഹർഷയുണ്ടാ? ഹർഷ തന്നെ വണ്ടി ഓടിക്കണം. നമ്മൾ ലണ്ടൻ്റെ വണ്ടിയുണ്ട്. ഹർഷയോടെ ഉണ്ട്. ഹർഷയെടുത്തുണ്ട്. ഹർഷേ ചേട്ടോ, എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങളെ കാണിച്ചിട്ട് വേണം എനിക്ക് വൈറലാവാൻ. ഇവിടെ സീനൊന്നും കാണൂലായിരിക്കും കേട്ടോ. വീടുകളുള്ള കാരണമാണ് പ്രശ്നം. പിന്നെ പിള്ളേർക്ക് പാട്ടിട്ട് കൊടുക്കണം. അപ്പോൾ ഇനി നാളെ എങ്ങോട്ട്? ദണ്ടേലി ഉണ്ട്. എവിടെ നിർത്ത് പിള്ളേര്?
മലപ്പുറത്തുനിന്ന്. നിങ്ങളെ സ്ഥലം? അങ്കമാലി മലപ്പുറത്ത്. എവിടെയെല്ലാം പോകണല്ലേ ട്രിപ്പ് എടുക്കാൻ? തന്നെയല്ലേ? അതാണ്. ശിവചേട്ടാ എവിടാ? നിങ്ങൾ വാഗമൺ വന്നില്ലേ? പരുന്തുംപാറ അങ്ങാണ് ഇട്ടിരുന്നല്ലേ? അപ്പുറ സൈഡ് നിങ്ങളല്ല, 2 വണ്ടി ഒരുമിച്ച് ഉണ്ടായിരുന്നു അവിടെ. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ അപ്പുറത്തെ കരയിൽ കിടക്കണുണ്ട്. ഗായ്സ്, നമ്മളെ വണ്ടി ചെറിയൊരു പാട്ടിട്ട് നമ്മളെ പയ്യന്മാരെ കളിക്കുകയാണ്. അമ്മമാർ അത്യാവശ്യ പ്രകാരം ഇട്ട് കൊടുത്തത്. ഇന്നലെ നമ്മൾ ചിക്കൻപൂരിൽ വണ്ടി എടുത്ത് രാവിലെ ഇപ്പൊ നമ്മൾ മൈസൂർ വന്നൊക്കെയാണ്. മൈസൂർ കടലിന്റെ മതിലാണ് കാണുന്നത്. മൈസൂർ പാലസിലുള്ള മതിലാണ്, എല്ലാം തെറ്റി. പാലസിലുള്ള മതിലാണ് നമ്മൾ പാലസിലോട്ട് ഇറങ്ങിപ്പിക്കും. പിന്നെ പള്ളി കാണിച്ച് രാവിലെ ചാർത്തിയിൽ കാണിച്ച് അതിനകത്ത് കാണിച്ചതിന് ശേഷം ഇപ്പൊ നമ്മൾ പാലസിലോട്ട് പോയി. ഇപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കണമെന്നുള്ള ബോധം പറഞ്ഞൊരു പാലസിന്റെ ഒരു നാരങ്ങോളം അവന്റെ പൈസ ഷാർജ, അതിന്റെ പൈസ. അങ്ങനെ ഇന്ന് പാലസിലോട്ട് വരാനുള്ള റൂട്ട് പറയുന്നത് പാലിയാണ്. നമുക്ക് റൂട്ട് പാൽകുമാറിനെ അറിയില്ല? പാൽകുമാറിന് ഇവിടെ ഞാൻ ഒരു കുതിര വണ്ടി വാങ്ങിച്ചു കൊടുക്കുകയാണ്. ലോണിൽ വാങ്ങുകയാണ്. മാസം 6000 ഏത് കളർ കുതിര വേണോ നോക്കി? പച്ച 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 കളർ കുതിരയാ? അതെ, വാലില് പച്ച വേണോ? കിളിപ്പച്ചയാ? കാലില് ഏത് നിറം വേണം? കാലില് ഒരു വെള്ളം. ബാക്ക് കാലിന്റെ മേൽവശത്ത് ഏത് കളർ വേണം? അവിടെ ഇത് നിനക്ക് കുതിര വാങ്ങിച്ചു തരും, അത്രേ ഉള്ളൂ. കളറൊന്നും ഇല്ല, ഞാൻ പറയണ കളർ. അപ്പൊ നമ്മളവിടെ ഇരുന്നപ്പോൾ ക്ഷീണം കൊണ്ട് ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കാനായിട്ട് വന്നതാണ്. കരിമ്പ് ജ്യൂസ് നമ്മൾ സാധാ കുടിച്ചിട്ടുള്ളതിനേക്കാളും മധുരം. ജിത്തുവിൻ്റെ ഒരു അഭിപ്രായം ചോദിച്ചു. ജിത്തു, ഇഷ്ടപ്പെട്ട കരിമ്പ് ജ്യൂസ്? നല്ല മധുരം ഉണ്ടായിരുന്നു. നമ്മൾ വട്ടക്കോട്ട പോകുമ്പോൾ വട്ടക്കോട്ട വെളിയിൽ നിന്ന് വാങ്ങിച്ച് കുടിക്കും. എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് അറിയാം. കന്യാകുമാരി ട്രിപ്പ് പോകുമ്പോൾ ഒക്കെ നിനക്കറിയാം അവിടെ വട്ടക്കോട്ട അമ്മാമൻ്റെ. അത് പൊളി. അത് ഇത്ര മധുരം ഇല്ലേ? ഭയങ്കര എനിക്ക് തോന്നുന്നു ഇമാർ രണ്ടാമത് അടിച്ചു വെച്ചിരുന്നതാണ്. ഇമാർ ചെയ്ത് നേരത്തെ വെച്ചിരുന്നതാണ്. നമ്മളാ മുമ്പ് വെച്ച് ലൈവായിട്ട് അടിച്ചു തന്നതല്ല. വീണ്ടും പഞ്ചസാരയായിട്ട് വാരിയിട്ട് കലക്കി കാണുമെന്നാണ് തോന്നുന്നത്. ഭയങ്കര മധുരമായിരിക്കും. അപ്പോൾ ഇന്ന് ഇവിടെ പാലസിൽ നല്ല തിരക്ക്, അത്യാവശ്യം നല്ല തിരക്ക്. മേള ഇന്ന് ഇവിടെ ഇഷ്ടം പോലെ വണ്ടികൾ, ഇഷ്ടം പോലെ. വിവേക് ഇന്ന് വൃന്ദാവൻകാട്ടിൽ ഫുള്ള് തിരക്കായിരിക്കും അല്ലേ? നല്ല തിരക്കായിരിക്കും. അതാണ്ടോ ഇവിടെ ഫുള്ള് പാർക്കിംഗ് ആണ്, ഫുൾ പാർക്കിംഗ്. വേറെ ഇടം ഇല്ല. പറഞ്ഞ വണ്ടികൾ പോകും. നേരത്തെ പോവാം. ചിത്തുവാണെങ്കിൽ ഗ്രൗണ്ടിൽ ഇറക്കണമെന്ന് ആശ. അല്ല ചിത്തു, ഗ്രൗണ്ടിൽ ഇറക്കണം അല്ലേ? പുതിയ പാട്ടൊക്കെ എടുത്ത് വെച്ചേക്കണ. കലിപ്പ് വിഷയമില്ല. ചിത്തു അവിടെ ഡീൽ ചെയ്തോളും. ചിത്തുവിന് പോലീസുകാരന്മാരുമായിട്ട് കമ്പനിയുണ്ട്. RTO കർണാടക RTO ചിത്തുവിൻ്റെ കയ്യിലാണ്. ചിത്തു കയ്യിലല്ലേ? ഇടത് കയ്യില വലുത് കയ്യില? ഇടത് കയ്യിലാണ് RTO, കർണാടക RTO ജിത്തുവിൻ്റെ. ഇല്ല അമ്മാർക്ക് നമ്മളെ മലയാളം ഒന്ന് കേട്ടാൽ മനസ്സിലാവും. അമ്മാരിവിടെ പൈസ വാങ്ങാൻ മാത്രമായിട്ട് നടക്കണമെന്നറിയാം. അപ്പോൾ നമ്മൾ വൃന്ദാവൻ ഗാർഡനിലാണ്. അത് നിങ്ങളെ കാണിക്കാം. അത് നമ്മൾ കാര്യങ്ങൾ പറയട്ടെ. വൃന്ദാവൻ ഗാർഡനിൽ എത്തി പിള്ളേരെയൊക്കെ ടിക്കറ്റ് എടുത്ത് കയറ്റി വിടാനായിട്ട് പോവുകയാണ്. ഈ ബാക്കിൽ നിന്ന് പറഞ്ഞതൊക്കെ നമ്മളെ പിള്ളേരാണ് എല്ലാം. നീ ഫ്രണ്ടിൽ നോക്കിനാടാ. അപ്പോൾ ഗൈസ് നമ്മൾ ഇവരെ ടിക്കറ്റ് എടുത്ത് കയറ്റി വിട്ടതിന് ശേഷം ഒരു ചായ കുടിക്കാന്നുള്ള പ്ലാനിൽ ഇറങ്ങിയതാണ്. ഇവിടെ ഫുൾ പർച്ചേസിങ് കടകളാണ്. നിങ്ങളെ കാണിച്ചു നിങ്ങളൊക്കെ പേര് പറ. ആരാണ് ലക്ഷ്മി?
ആ ഇടയ്ക്കുള്ള ഗുണ്ടുവാണ് ലക്ഷ്മി. അടുത്തുള്ള ഇത് ഷിനി. ഏയ് നീ എല്ലാരും പേര് വിളിച്ചോ. അപ്പൊ കാഴ്ച നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറ്റട്ടെ. ആർട്ടൂല് DJ വന്നൊക്കെയാണ്. അതിനകത്ത് DJ നടക്കുകയാണ്. നമ്മളെ പിള്ളേരൊക്കെ നേരത്തെ കയറി അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വന്നിരിക്കുന്ന പിള്ളേരാണ് കയറാൻ വേണ്ടി. കൊല്ലത്തുള്ള നമ്മളെ വണ്ടിയുടെ പേര് പറയടാ. നിങ്ങൾ വന്നവൻ അതിൽ വന്ന പയ്യന്മാരാണ്. അപ്പം എന്നെ വന്ന് കണ്ടിട്ട് യൂട്യൂബ് ചാനൽ കാണാറുണ്ടെന്ന് പറഞ്ഞ് വന്ന് വിട്ടിയതാണ്. സന്തോഷം. അപ്പോൾ ഗായ്സ് അങ്ങനെ ഇതേപോലെ ഇവിടെ മൈസൂർ വെച്ച് ആദ്യമായിട്ടാണ് വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് ചോദിക്കുന്നത്. പേര് പറ നിങ്ങളെ മുന്നേ. എൻ്റെ വിഷ്ണു. വിഷ്ണു ഇടയ്ക്കിരിക്കുന്ന കാശി, അത് മിഥുൻ. അപ്പം നിങ്ങൾ അടുത്ത വീഡിയോയിൽ കേട്ടോ കമൻ്റൊക്കെ ചെയ്യുമോ? ശരി വേണ്ടി. ടൂർ എന്ന് വെച്ചാൽ ഉറക്കമില്ലാത്തൊരു ടൂറായിരുന്നു. എൻ്റെ അണ്ണൻ വന്ന് എന്നെ എണീപ്പിച്ച് ഉമ്മയും തന്ന് അവനെ ഈ ടൂർ വൈബാക്കി. പിന്നെ അണ്ണന് എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്, എനിക്ക് ഇന്നാണ് മനസ്സിലായത്. പിന്നെ എൻ്റെ അനന്തനാണെങ്കിൽ കില്ലാടി സ്റ്റെപ്പൊക്കെ ഇട്ട് കളിക്കും. പിന്നെ ടൂർ അടിപൊളിയാണ്, എനിക്ക് സംസാരിക്കാൻ ടൂർ